ആശയങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ചില പ്രോഗ്രാം ഇപ്പോൾ അവതരിപ്പിക്കുന്നതാണ്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ തുടങ്ങുന്നു. സന്ദേശവുമായി എത്തുന്നു അൽന KS അഞ്ചേരി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിയ വലിയ 2 ദുരന്തങ്ങളാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും. 1945 ഓഗസ്റ്റ് 6-9 ദിവസങ്ങളിൽ നിന്ന് മറക്കാനാവാത്ത മുറിപ്പാട് ലോകത്തെ സമ്മാനിച്ച ആ കറുത്ത ദിവസങ്ങൾക്ക് 2024 79 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധം അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഈ സംഭവം അരങ്ങേറുന്നത് അമേരിക്കയുടെ B-29 ബോംബാ വിമാനം ഹിരോഷിമയുടെ മുകളിൽ ബോംബിട്ടത് ഓഗസ്റ്റ് 6 രാവിലെ 8:15 ലിറ്റിൽ ബോയ് എന്ന് പേരിട്ടിരുന്ന ആ യുറേനിയം ബോംബിന്റെ സ്ഫോടന ശക്തിയാൽ നഗരം മുഴുവൻ നിലം പൊത്തുകയും 70,000-ഓളം ആളുകൾ ബന്ധുമരിക്കുകയും ചെയ്തു. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഓഗസ്റ്റ് 11 മണി കഴിഞ്ഞപ്പോൾ നാഗസാക്കിയിലെ 2ാമത്തെ അനുഭവം വർഷിച്ചു. രണ്ടിടെങ്കിലും ജീവനോടെ ബാക്കിയായവർക്ക് ഗുരുതര പരിക്കുകളും ആണവ പ്രസരണമുള്ള മാരക രോഗങ്ങളുമായി ദശകങ്ങളോളം മല്ലിടേണ്ടി വന്നു. രുദ്രലിഖിത ലോകത്തെക്കുറിച്ച് ഓരോ ഹിരോഷിമ ദിനവും നമ്മെ പഠിപ്പിക്കുന്നു. ഇനിയൊരു മഹായുദ്ധം ഉണ്ടായാൽ, അണുപ്രഹരണം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ശേഷി ഈ ലോകത്തിനില്ല. അതുകൊണ്ട് തന്നെ ലോക സമാധാനം പുലരാൻ നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണിത്. ലോക നന്മയ്ക്കായി പ്രവർത്തിക്കാൻ നമ്മുടെ ശാസ്ത്ര ലോകത്തിനെ കരുമാട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു അല്ല. ഇനി ഒരു കഥ കേട്ടാലോ? നമസ്കാരം, എൻ്റെ പേര് നിഷാൽ PK. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സഡാക്കോ സസാക്കിയുടെ കഥയാണ്. ആരാണ് സഡാക്കോ സസാക്കി? എന്തിനാണ് ഹിരോഷിമ ദിനങ്ങളിൽ സഡാക്കോ പക്ഷി നിർമ്മിക്കുന്നത്? ഞാൻ പറയാം. സഡാക്കോയുടെ ജനനം 1943 ജനുവരി 7-നാണ്. ജപ്പാനിലെ ഹിരോഷിമ എന്ന നഗരത്തിലാണ് ജനിച്ചത്. അവളുടെ മരണം 1955 ഒക്ടോബർ 25-നാണ്. മരണകാരണം രക്താർബുദമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണത്. ഹിരോഷിമയിൽ ബോംബ് വീണപ്പോൾ ഒരു പരിക്ക് പോലും പറ്റാതെ രക്ഷപ്പെട്ട ഒരു കൊച്ചു ബാലിയുടെ പേരാണ് സഡാക്കോ സസാക്കി. പഠിക്കാൻ മിടുക്കിയായിരുന്നവൾ എക്കാലത്തെ സ്കൂളിലെ മികച്ച ഓട്ടക്കാരിയായി വളർന്നു. 12 വയസ്സായപ്പോൾ ഒരു ദിവസം കായിക പരിശീലനത്തിനിടെ അവൾ ഗ്രൗണ്ടിൽ തളർന്നു വീണു. അടുത്തുള്ള മെഡിക്കൽ സെന്ററിൽ എത്തിച്ചപ്പോൾ അണുവികരണം മൂലമുള്ള ആറ്റോണിക് റേഡിയേഷൻ സിൻഡ്രം എന്നു പേരുള്ള രക്താർബുദം അവളെ കീഴടക്കി കഴിഞ്ഞെന്ന് മനസ്സിലായി. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ കൊച്ചുപാലിയെ സന്തോഷിപ്പിക്കാൻ അവളുടെ കൂട്ടുകാർ ഒപ്പം നിന്നു. 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ ഏത് അസുഖമായാലും മാറും എന്ന് ജപ്പാനിൽ വിചാരണത്തിലുണ്ടായിരുന്നു. കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം സഡാക്കോ മരണക്കിടക്കിൽ നിന്ന് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. കൊക്കുകളുടെ എണ്ണം കൃത്യം 644 തികഞ്ഞപ്പോൾ മരണം അവളെ മാടി വിളിച്ചു. പിന്നീട് 1000 എന്ന സംഖ്യ എത്തിച്ചത് അവളുടെ കൂട്ടുകാരാണ്. ആ കൊക്കുകളെ അവളോടൊപ്പം ദഹിപ്പിച്ചു. അക്കാലത്ത് ഹിരോഷിമയിലെ ആശുപത്രിയിൽ ഡോക്ടറായി അനുഷ്ഠിച്ച താഹിക്കുമു ഈ രംഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. സ്ഫോടന സ്ഥലത്തിലെ മെഡിക്കൽ സെന്ററിലേക്ക് ഞാൻ ഓടിച്ചെന്നു. പലരും സഹായം അഭ്യർത്ഥനയുമായി എന്നെ വളഞ്ഞു. പലർക്കും സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. മാംസകഷ്ണം ശരീരത്ത് തൂങ്ങിക്കിടക്കുന്നു. അണുബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെടാതെ അവിടെ കിടക്കുന്നവർക്ക് സംസാരിക്കാനോ എണീൽക്കാനോ ശക്തി ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ലോകത്ത് സമാധാനം ഉണ്ടാകണേ. ഹിരോഷിമ നഗരത്തിലെ ദേശീയ പീസ് പാർക്കിൽ ഗ്രാനൈറ്റ് ശിലയിൽ സ്വർണ്ണ കൊക്കിനെയും കൈകളിൽ നിൽക്കുന്ന സഡാക്കോയുടെ പ്രതിമയ്ക്ക് കീഴെ എഴുതിയ വാക്കുകളാണിത്. കൂട്ടുകാരുടെ മരണം നടുക്കിയ സഡാക്കോയുടെ ക്ലാസ്സിലെ 39 കുട്ടികളും അധ്യാപകരും അടങ്ങിയിരുന്നില്ല. കുട്ടികളിൽ നിന്ന് തന്നെ പണം സമാഹരിച്ച് അവൾക്ക് വേണ്ടി ഒരു പീസ് പാർക്ക് പണിയാൻ അവർ തീരുമാനിച്ചു. പുറത്തുള്ള കുട്ടികളും ഈ ഉദ്യമത്തോട് സഹകരിച്ചു. നിത്യഗതിക്ക് എതിരെയായി ഒരു പീസ് പാർക്ക് പണിഞ്ഞു. എല്ലാ വർഷവും ഹിരോഷിമ ദിനത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള കുട്ടികൾ അങ്ങോട്ട് കൊക്കുകളെ അയച്ചു കൊടുത്തു, സഡാക്കയ്ക്കുള്ള സമ്മാനമായി. അങ്ങനെ സഡാക്കയോ അവളുടെ കൂട്ടുകാർ
ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങി. ഇനിയൊരു യുദ്ധം വേണമോ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയൊരു യുദ്ധം വേണമോ? നന്ദി. താങ്ക് യു നിഷാൽ. യുദ്ധവിരുദ്ധ ഗീതവുമായി എത്തുന്നു അനുഷ്കാൻ പാട്ടി. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട, ഹിരോഷിമകളിനി വേണ്ട, നാഗസാക്കികളിനി വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട. പട്ടിണി കൊണ്ടു മരിക്കും കോടിക്കുട്ടികളലമുറ കൊள்കെ, കോടികൾ കൊണ്ടീ ബോംബുണ്ടാക്കാൻ കാടന്മാർക്കേ കഴിയൂ, കാടന്മാർക്കേ കഴിയൂ. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട. വിശ്വസമാധാനത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി, വിശ്വവിവേകം കേഴുന്നിവിടെ, മർദ്ദിത പാടുന്നിവിടെ. സമത്വം ഇവിടെ പുലരട്ടെ, സാഹോദര്യം പുലരട്ടെ. മാനവ ജീവനു നീതി ഉണർത്തിയ സ്വാതന്ത്ര്യക്കൊടി പാറട്ടെ, മാനവ ജീവനു നീതി ഉണർത്തിയ സ്വാതന്ത്ര്യക്കൊടി പാറട്ടെ. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട, ഹിരോഷിമകളിനി വേണ്ട, നാഗസാക്കികളിനി വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ട.